ക്ലബ് ഫുട്ബോളിൽ കാത്തിരിപ്പുകൾ അവസാനിപ്പിച്ച് സ്വപ്നങ്ങൾ നിറവേറിയ സീസണാണ് കടന്നുപോകുന്നത്. യൂറോപ്പിലെ വിവിധ ക്ലബ്ബുകൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷവും ചരിത്രത്തിൽ ആദ്യമായുമെല്ലാം കിരീടങ്ങൾ നേടിയ സീസണാണിത്. ഇംഗ്ലണ്ടിലെ ക്രിസ്റ്റൽ പാലസ് ക്ലബ്ബ് ആരംഭിച്ചതിന് ശേഷം ആദ്യമായി ഒരു കിരീടമുയർത്തിയപ്പോൾ ഇറ്റലിയിൽ ബൊളോഞ്ഞ കോപ്പ ഇറ്റാലിയ കിരീടമുയർത്തി ചരിത്രം സൃഷ്ടിച്ചു. ഫൈനലിൽ സീസണിലെ ഒരേയൊരു കിരീടം നേടുന്നതിനായി കച്ചകെട്ടിറങ്ങിയ മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിയാണ് ക്രിസ്റ്റൽ പാലസ് FA കപ്പ് കിരീടം ഉയർത്തിയത്. 1860 രൂപീകരിച്ച് 1905 പ്രൊഫഷണൽ ക്ലബ്ബായി മാറിയ ക്രിസ്റ്റൽ പാലസിന്റെ ആദ്യ കിരീട നേട്ടം കൂടിയാണിത്. FA കപ്പിൽ മുത്തമിട്ടതോടെ അടുത്ത സീസണിലെ യൂറോപ്പ ലീഗ് കളിക്കാനും ക്രിസ്റ്റൽ പാലസ് യോഗ്യത നേടി. 1990, 2016 വർഷങ്ങളിൽ ക്രിസ്റ്റൽ പാലസ് FA കപ്പിന്റെ ഫൈനൽ വരെ എത്തിയിരുന്നെങ്കിലും ടീമിന് കിരീടം നേടാൻ സാധിച്ചിരുന്നില്ല. 1990-91 സീസണിൽ ലീഗിൽ മൂന്നാമതെത്തിയതാണ് മറ്റൊരു പ്രധാന നേട്ടം. കോപ്പ ഇറ്റാലിയ കിരീടം നേടിയ ബൊളോഞ്ഞയാണ് സീസണിൽ കിരീട വരൾച്ച അവസാനിപ്പിച്ച മറ്റൊരു ടീം. AC മിലാനെ ഫൈനലിൽ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചായിരുന്നു ബൊളോഞ്ഞയുടെ കിരീട നേട്ടം. 51 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബൊളോഞ്ഞ ഒരു ടൈറ്റിലിൽ മുത്തമിടുന്നത്. 1969-70 സീസണിൽ കോപ്പ ഇറ്റാലിയ നേടിയ ബൊളോഞ്ഞ 7 തവണ സീരിയ കിരീടം നേടിയിട്ടുണ്ട്. 1964 അവസാനമായി ലീഗ് കിരീടം നേടിയത്. ഇംഗ്ലണ്ടിലെ ന്യൂകാസിൽ യുണൈറ്റഡ് ഒരു ഡൊമസ്റ്റിക് കിരീടത്തിനായുള്ള 70 വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചതും ഈ സീസണിലാണ്. കരബാവോ കപ്പിന്റെ ഫൈനലിൽ ലിവർപൂളിനെ പരാജയപ്പെടുത്തിയാണ് ന്യൂകാസിൽ യുണൈറ്റഡ് അവരുടെ കിരീട വരൾച്ചയ്ക്ക് അറുതി വരുത്തിയത്. മുഴുവൻ കിരീടങ്ങളുടെയും എണ്ണമെടുത്താൽ ഇംഗ്ലണ്ടിൽ 9ാമതാണ് ക്ലബ്ബെങ്കിലും അതെപ്പോൾ ഉയർത്തിയെന്ന് ചോദിച്ചാൽ ചരിത്രത്തിലേക്ക് മുങ്ങിത്താഴേണ്ടി വരുമായിരുന്നു ആരാധകർക്ക്. എന്നാൽ 2021 സൗദിയിൽ നിന്നെത്തിയ പുതിയ മാനേജ്മെന്റ് ക്ലബിനെ ഏറ്റെടുത്തതോടെ കളി മാറുകയാണ് ഉണ്ടായത്. ദ മാക്പൈസിന്റെ കരബാവോ കപ്പിലെ വിജയം നിരവധി കിരീടങ്ങളിലേക്കുള്ള അവരുടെ തുടക്കമായി വിലയിരുത്തപ്പെടുന്നു. കിരീടങ്ങളൊന്നും നേടിയില്ലെങ്കിലും 29 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഒരു യൂറോപ്യൻ ടൂർണമെന്റിലേക്ക് യോഗ്യത നേടുന്നതും ഈ സീസണിലാണ്. ഇംഗ്ലണ്ടിലെ മുൻ ലീഗ് ചാമ്പ്യന്മാരായ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് നിലവിൽ പ്രീമിയർ ലീഗിൽ 7ാം സ്ഥാനം ഉറപ്പിച്ചതിനാൽ കോൺഫറൻസ് ലീഗെങ്കിലും കളിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. സ്ഥാനം മെച്ചപ്പെടുത്തിയാൽ അവർക്ക് യൂറോപ്പ ലീഗോ ചാമ്പ്യൻസ് ലീഗോ കളിക്കാം. മറ്റു ടീമുകളുടെ പ്രകടനം കൂടി ആശ്രയിച്ചായിരിക്കും ഇത്. ജീവന് തുല്യം തങ്ങളുടെ ടീമുകളെ ആരാധിക്കുന്നവരാണ് ഫുട്ബോൾ ആരാധകർ. എല്ലാ സീസണുകളിലും കിരീടം നേടുന്ന 9 ടീമുകളുണ്ടായിട്ടും ചിലർ ക്രിസ്റ്റൽ പാലസിനെയും ബൊളോഞ്ഞയെയും ന്യൂകാസിലിനെയും പോലുള്ള ടീമുകളെ വിടാതെ പിന്തുടരുന്നുണ്ട്. ലീഗിൽ നിന്ന് തരം താഴ്ത്തുമ്പോൾ പോലും ആരാധകർ തങ്ങളുടെ പ്രിയപ്പെട്ട ടീമിനെ പിന്തുടരുന്നത് അവസാനിപ്പിക്കുന്നില്ല. അവരെ പോലുള്ള ആരാധകരുടെ ഹൃദയങ്ങളിലേക്കാണ് ഈ കിരീടങ്ങൾ കടന്നു ചെല്ലുന്നത്.